മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഫെബ്രുവരി 13 കൊടിയേറും. 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവാഘോഷങ്ങൾക്കായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ. ഉത്സവ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി എളവള്ളി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് കാർമ്മികത്വം വഹിക്കുന്നത്. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. ഫെബ്രുവരി 13 പാഴൂർ പെരുംത്രിക്കോവിൽ മഹാദേവ ക്ഷേത്രത്തിൽ കൊടിയേറുന്ന ഉത്സവം 20 ആറാട്ടോടെ സമാപിക്കും. മഹാശിവരാത്രിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷമെങ്കിലും കുംഭത്തിലെ തിരുവാതിര ആറാട്ടായി മഹാദേവന് 8 ദിവസത്തെ കൊടിയേറി ഉത്സവമുണ്ട്. മാർച്ച് 8-നാണ് മഹാശിവരാത്രി. ഉത്സവാഘോഷങ്ങൾക്കും മഹാശിവരാത്രി ആഘോഷങ്ങൾക്കും പിതൃതർപ്പണത്തിനും പാഴൂരിൽ ഒരുക്കങ്ങളായതായി ക്ഷേത്രം മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് CB ശ്രീകുമാർ, കൺവീനർ CK വിജയൻ, കമ്മിറ്റി അംഗം AP സഹദേവൻ ഇടയാലിൽ, ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ രാധാകൃഷ്ണൻ ഓങ്കാരം, PS ദേവപ്രസാദ്, AK സരസൻ, വിജയൻ പള്ളിപ്പാട്, അനുകുമാർ, PS സതീഷ് കുമാർ, പ്രിൻസ് ഡാലിയ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഉത്സവത്തിന്റെയും ശിവരാത്രിയുടെയും ഭാഗമായി എല്ലാവിധ ഒരുക്കങ്ങളും ഏകദേശം ആയിട്ടുണ്ട്. സർക്കാരിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സഹായം അഭ്യർത്ഥിച്ചതനുസരിച്ച് കളക്ടർ, RDOയ്ക്കും പോലീസ് അധികാരികൾക്കും എല്ലാം, ഇലക്ട്രിസിറ്റി ബോർഡ്, വാട്ടർ അതോറിറ്റി എല്ലാം വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കത്തിൻ്റെ കോപ്പി നമുക്ക് തന്നിട്ടുണ്ട്. മണപ്പുറത്ത് ശിവരാത്രി ദിവസം രാത്രി 12 മണിക്ക് ശേഷം നടത്താനുള്ള ബലിത്തറകളുടെ ഒരുക്കങ്ങളും ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. എല്ലാം ഉത്സവം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം സമയമുള്ളതുകൊണ്ട് ബാക്കി ഒരുക്കങ്ങൾ ആ പീരീഡുകളിൽ ഉണ്ടായിരുന്നു. ഉത്സവ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി എളവള്ളി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിക്കും. ഫെബ്രുവരി 13 രാത്രി 8:30-നാണ് കൊടിയേറ്റ്. കൊടിയേറ്റിന് മുന്നോടിയായി ദീപാരാധനയെ തുടർന്ന് ഡോക്ടർ KS രാധാകൃഷ്ണന്റെ പ്രഭാഷണവുമുണ്ട്. ഉത്സവ ദിവസങ്ങളിൽ രാവിലെ ശ്രീഭൂതബലി, തുടർന്ന് ഉച്ചപൂജ, പഞ്ചാരിമേളത്തോടെ ശീവേലി, വൈകിട്ട് ദീപാരാധന, രാത്രി 9-ന് വിളക്കെഴുന്നള്ളിപ്പ് എന്നിവയും നടക്കും. 5-ാം ഉത്സവമായ 17-നാണ് ഉത്സവബലി. 7-ാം ഉത്സവമായ ഫെബ്രുവരി 19-ന് വലിയ പള്ളിവേട്ടയും വലിയ വിളക്കും നടക്കും. 8-ാം ഉത്സവമായ ഫെബ്രുവരി 20-ന് വൈകിട്ടാണ് ആറാട്ട്. ആറാട്ട് കഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളുമ്പോൾ പെരുവനം ശങ്കരനാരായണ മാരാരുടെ പ്രമാണത്തിൽ പഞ്ചാരിമേളവും ഉണ്ടാകും. കാരൂർക്കാവ് ദേവീക്ഷേത്രത്തിൽ നിന്നുള്ള കാവടി ഘോഷയാത്ര രാത്രി 10 മണിയോടെ പെരുംത്രിക്കോവിലെത്തും. രാത്രി മണപ്പുറത്ത് വെച്ചായിരിക്കും വെടിക്കെട്ട്. ന്യൂസ് ബ്യൂറോ, ഐ വിഷൻ, പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.